പൊതുവെ നമ്മൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ഇപ്പോൾ ഈ ഇറാൻ അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലുമായുള്ള സംഘർഷം നടക്കുമ്പോൾ അതിനകത്ത് ഭൂരിഭാഗം എന്നല്ല ഏതാണ്ട് 100% പിന്തുണക്കുന്നത് ഇറാന് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണ് അത് ഈ ഷിയ സുന്നി വേർതിരിവ് അതിൽ കാണുന്നില്ല? അത് പൊതുശത്രു ഇസ്രായേൽ ആയതുകൊണ്ടായിരിക്കാമോ അങ്ങനെ വരുന്നത്? അല്ല, അത് തന്നെയാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ലായ്മ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഈ മുസ്ലിങ്ങളുടെ ആ ഒരു സൊസൈറ്റിയുടെ അകത്തും നിന്നിരിക്കുന്നുണ്ട്. അതേ ഷിയയായാലും സുന്നിയായാലും. കാരണം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ശത്രു മിത്രമെന്നുള്ള കാഴ്ചപ്പാടാണ്. കാരണം ഹമാസിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗത്തിന്റെ ചെയ്തികൾ കൊണ്ടൊന്നും പലസ്തീൻ വിമോചിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഈ പറയുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടൊക്കെയുള്ള മുസ്ലിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവരെ തടഞ്ഞു നിർത്താൻ ശക്തമായ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഇറാനെയുള്ള വേറൊരു ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. മറ്റു ഏത് ഇസ്ലാമിക രാഷ്ട്രത്തെ ചൂണ്ടിക്കാണിച്ചാലും ഈ പറയുന്ന ഒരു വിജയം പലസ്തീന്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നവർക്കറിയാം. അപ്പോൾ ശത്രുവിന്റെ ശത്രു എന്ന് പറയുന്ന മിത്രമായി മാറുകയാണ്. കാരണം ഷിയാക്കൾ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സുന്നി വിഭാഗം ഇപ്പോൾ നമുക്കറിയാമല്ലോ. ഇപ്പൊ പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വന്ന പ്രദേശം ഷിയാക്കളെ കൊല്ലുന്നുണ്ട്. പാകിസ്ഥാനെ സംഭവിക്കുമ്പോൾ അത് നന്നായി എന്ന് ചിന്തിക്കുന്ന വിഭാഗം തന്നെയാണ് കേരളത്തിൽ ഒട്ടുകൊള്ള മുസ്ലിങ്ങളോട്. കാരണം അത് സുന്നി വിശ്വാസത്തിന്റെ കൺസെപ്റ്റാണ്. സദ്ദാം ഹുസൈനോട് ബന്ധപ്പെട്ട് വരുന്ന കൂട്ടക്കൊലകൾ നടക്കുമ്പോൾ ഷിയാക്കളെ ഇല്ലായ്മ ചെയ്യുമ്പോൾ അതിനെയും ആശീർവദിച്ച് അല്ലെങ്കിൽ സദ്ദാം എന്ന് പറയുന്ന ഷഹീദായിട്ടുള്ള ഒരു ഇസ്ലാമിക പോരാളികളാണെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ശത്രുവിടെ മിത്രമാവുകയാണ്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ആ ശത്രുവിനെ പിടിച്ചുകൊണ്ടെങ്കിലും അതായത് ഏത് മാർഗം സ്വീകരിച്ചാലും ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രദേശമായിട്ട് അത് നിലനിർത്തണമെന്നുള്ള ആഗ്രഹമാണ് ഇത് വരുന്നത്. ഷിയാക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗത്തെയും ഇസ്ലാം മത വിശ്വാസികൾ അംഗീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഈ പറയുന്ന വിശ്വാസികൾ ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഏത് ചേതോവികാരമാണ് അതിന്റെ പുറകിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ചിന്തിക്കേണ്ടത്. കാരണം ഇസ്ലാം അല്ലാത്തൊരു ശക്തി, ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ശക്തി പാലസ്തീനെ പരാജയപ്പെടുത്തുമ്പോൾ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശക്തികൾക്ക് അത് സാധിച്ചില്ല എന്നൊരു തെളിവ് തന്നെയാണത്.